നമസ്കാരം. ഞാനിപ്പോൾ കുറച്ച് സിനിമാക്കാരോടെയാണ് ഇരിക്കുന്നത്. പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം സിനിമ എന്ന് പറയുന്ന അവൻ്റെ ഒരുമാതിരിപ്പെട്ട ആൾക്കാരുടെ മനസ്സിലെ വലിയ സ്വപ്നമാണ്. അപ്പോൾ നമുക്ക് സലേഷാണ് ഡയറക്ടറായിട്ടുള്ളത്. സലേഷിനോട് തന്നെ കാര്യങ്ങൾ ചോദിച്ച് അതിലൂടെ പോകാം. സലേഷേ, നമസ്കാരം. നമസ്കാരം. ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് പ്രവാസിയായ താങ്കൾ ഇവിടെ ഒരു മലയാള സിനിമ ചെയ്യുന്നു എന്നറിഞ്ഞത്. എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് പറയാമോ? യഥാർത്ഥത്തിൽ നമ്മൾ ഇത്തരം ഒരു സിനിമയെ കുറിച്ച് ആലോചിച്ച് തുടങ്ങിയിട്ട് തന്നെ കുറച്ച് നാളുകളായി. ആ ഒരു സന്ദർഭത്തിലാണ് ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മളൊരു 4ഓളം സ്ക്രിപ്റ്റ് കഴിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡോക്ടർ രാജേന്ദ്ര കുറുപ്പ് ഇതിൻ്റെ മെയിൻ ഒരു ക്യാരക്ടർ ചെയ്യുന്നതും അതോടൊപ്പം തന്നെ മേജറായിട്ടുള്ളൊരു പ്രൊഡക്ഷൻ സൈഡ് കീപ്പ് ചെയ്യുന്നതും ഡോക്ടറാണ്. അങ്ങനെ ഡോക്ടറുമായിട്ട് നമ്മൾ കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ ഡോക്ടർ ആവശ്യപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ദുബായിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു മൂവി ആയിരിക്കണം. അപ്പോഴാണ് ഈ പറയുന്ന ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ഒരു സിനിമയിലേക്കുള്ള ആദ്യത്തെ കാൽവയ്പ് ഉണ്ടാകുന്നത്. അത് തുടങ്ങിയത് മുതലേ ഇതുവരെയുള്ള എനിക്ക് തോന്നുന്നു പല ആൾക്കാരുമായിട്ടുള്ള മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിലൂടെ വന്നിരിക്കുന്നതാണ് ഇപ്പോൾ ഇവിടെയുള്ള എല്ലാവരും ഒരു നല്ലൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഏറ്റവും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ജോണറിലെ ഒരു മൂവിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആക്ഷൻ, പിന്നെ ഇപ്പോഴത്തെ കോമഡി. തീർച്ചയായിട്ടും ദുബായിൽ നിന്ന് വളരെയധികം നല്ല കഴിവുകളുള്ള ന്യൂ ഫേസ് ആക്ടേഴ്സിന് ഡെഫിനറ്റ്ലി ഇതിൽ നല്ല വേഷങ്ങൾ ഉണ്ടായിരിക്കും. ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ജെൻസ് ആയിരുന്നാലും ലേഡീസ് ആയിരുന്നാലും ഓൾമോസ്റ്റ് എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്കും ഇതിൽ നല്ല അവസരങ്ങളുണ്ടാവും. പിന്നെ അത് തന്നെയല്ല, ഈ ഒരു ഇതിൻ്റെ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് നമുക്ക് തീർക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പല മൂവീസും നടക്കുന്നത് കണ്ടിന്യൂ എന്നതിനപ്പുറത്ത് ഈ സാറ്റർഡേ ഓർ സൺഡേ ഫ്രൈഡേ ആ ഒരു വീക്കെൻഡ്സിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ ആൾക്കാർ വരികയെന്നുണ്ടെങ്കിലും അവർക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ നല്ല നല്ല വേഷങ്ങൾ, വളരെ മനോഹരമായിട്ടുള്ള വേഷങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നതും ഡോക്ടർ രാജേന്ദ്ര കുറുപ്പ് സാറിനോട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സിനിമ എന്തായാലും ഒരു നല്ലൊരു വിജയത്തിലേക്ക് എത്തുന്നുള്ള ആത്മവിശ്വാസവും തൃപ്തിയും ഉണ്ട്. കാരണം എന്നിൽ കൂടെ നിൽക്കുന്ന എല്ലാവരുടെയും ആ ഉറപ്പ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിലൊരു ഫാമിലി ഓറിയൻറ്റഡ് സസ്പെൻസ് ത്രില്ലർ മൂവി തന്നെയായിരിക്കും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഡോക്ടർ രാജേന്ദ്ര കുറുപ്പിനോട് തന്നെ അദ്ദേഹം ഈ സിനിമയുടെ ഭാഗമാകുന്നതിൻ്റെ ആ ഒരു ഡീറ്റെയിലിങ്ങിലോട്ട് പോകാം. എങ്ങനെയാണ് ഈ ഒരു സിനിമയിൽ എത്തുന്നത്? അതിനു മുമ്പ് തന്നെ സിനിമയായിട്ട് എന്താണ് അങ്ങയുടെ ബന്ധം? സിനിമയ്ക്ക് മുമ്പ് തന്നെ ഈ അഭിനയവും കലാപരമായിട്ടുള്ള ഒരു ഫീൽഡിനോടുള്ള ഒരു വല്ലാത്തൊരു അഭിനിവേശം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ പഠിക്കുന്ന കാലം മുതൽ എനിക്ക് വളരെ അധികം താല്പര്യം ഉണ്ടായിരുന്ന ഒരു മേഖലയാണത്. പഠിക്കുമ്പോൾ ഇതേപോലെ നാടകമൊക്കെ എഴുതി ഡയറക്റ്റ് ചെയ്തും ഒക്കെ സ്റ്റേറ്റിൽ അഭിനയത്തിനുമൊക്കെ അവാർഡൊക്കെ മേടിച്ചിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് ഞാൻ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി ഇന്ത്യൻ എയർഫോഴ്സിലാണ് ഒരു 9 വർഷം. അപ്പം ആ സമയത്തും അവിടെ നിന്നൊക്കെ ലീവ് എടുത്ത് അന്നത്തെ പല ഫേമസ് ഡയറക്ടേഴ്സിൻ്റെ കൂടെയും ചില സിനിമകളിലൊക്കെ അഭിനയിക്കുകയൊക്കെ ഉണ്ടായി. സാമാന്യം ഭേദപ്പെട്ട വേഷങ്ങളൊക്കെ ചെയ്തു. പിന്നെ അന്ന് കുറച്ച് സീരിയലുകളിൽ വേഷങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അഭിനയം എന്ന് പറയുന്നത് ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നൊരു കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞ് ഒരു വലിയ ഗ്യാപ്പ് വന്നു. അങ്ങനെ വെളിയിലായി, പലയിടത്തും വർക്ക് ചെയ്തു. പിന്നെ ഈ റീസെൻ്റ്ലി കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഒരു 3-4 പടങ്ങളിൽ ഇങ്ങനെ അഭിനയിക്കാൻ ഇങ്ങോട്ട് ചില ഓപ്പർച്യൂണിറ്റീസ് വന്നു. അതൊക്കെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലാണ്. പിന്നെ ഒരു 1-2 പടത്തിൻ്റെ സിനിമയുടെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട അത് ഏകദേശം റിലീസ് സ്റ്റേജിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് ഞാൻ അവിചാരിതമായിട്ട് സിൻജോയെ പരിചയപ്പെട്ടു. അപ്പം ബേസിക്കലി സിൻജോ ക്യാമറാമാനാണ്. അപ്പോൾ അദ്ദേഹം സതീഷുമായിട്ട് ഇങ്ങനെ കണ്ടു, ഞാനുമായിട്ട് കാണുന്നുണ്ടായി, ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ സതീഷുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് വന്ന കൂട്ടത്തിൽ ഇങ്ങനെ ദുബായിൽ മാത്രം ചെയ്യുന്ന ഇവിടുത്തെ പ്രതിഭകളെയൊക്കെ ഉൾക്കൊള്ളിച്ച് ചെയ്യാവുന്ന ഒരു സിനിമയെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ഇതുവരെ എത്തി നിൽക്കുന്നു. അപ്പം ആ ഒരു സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ കുറച്ച് സാധ്യതയുള്ളൊരു സബ്ജക്റ്റായിട്ട് തോന്നി. അങ്ങനെ അത് കഴിഞ്ഞൊരു 1-2 അതിനെ പറ്റിയുള്ള ഡിസ്കഷനും കാര്യങ്ങളുമായി അങ്ങനെ ഈ ഒരു സ്റ്റേജിൽ നിൽക്കും.
അപ്പോൾ നന്നാവും എന്ന് വിചാരിക്കും. വേറെ ഞാൻ ഇപ്പോൾ ഒരു 2-3 പടം വേറെ ചെയ്യുന്നുണ്ട്. ഓ ഗ്രേറ്റ്. അപ്പോൾ അതും ഈ വരുന്ന നിയർ ബൈ ഡേറ്റ്സിൽ തന്നെ ഓൾറെഡി അതിൻ്റെ മറ്റേ പ്രീ പ്രൊഡക്ഷൻ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പം നമുക്ക് ഏതായാലും നല്ലൊരു സിനിമ ദുബൈയിൽ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. അപ്പോൾ ശ്രുതിനാഥ് രാജേശ്വരിയാണ് അടുത്ത ഒരു മെയിൻ ക്യാരക്ടറായിട്ട് ഈ സിനിമയിൽ ഉണ്ടാകുന്നത് അല്ലേ? എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വരാനുണ്ടായ സാഹചര്യം? ആക്ച്വലി ഞാൻ വളരെ വളരെ ആകസ്മികമായിട്ടാണ് ഞാൻ ഈ ഒരു ക്രൂവിൽ എത്തിപ്പെടുന്നത്. ചെറുപ്പം മുതലേ അച്ഛൻ മ്യൂസീഷ്യനാണ്. മ്യൂസിക് തന്നെയാണ് ആദ്യം മുതൽ ജീവിതം തുടങ്ങിയ മുതലേ സംഗീതത്തിൽ തന്നെയാണ് ജീവിച്ചത്. അതോടൊപ്പം തന്നെ അഭിനയ മോഹവും ചെറുപ്പത്തിൽ ഏകദേശം ഒരു 10-12 വർഷം മുമ്പ് ഒരു ചെറിയൊരു ഷോർട്ട് മൂവിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. നാട്ടിലെ പരിമിതമായ സാഹചര്യങ്ങളിൽ പിന്നെ സംഗീതത്തിലൂടെ തന്നെയാണ് ജീവിക്കുന്നത്. ഏകദേശം 70-75ഓളം ആൽബങ്ങളിൽ പാടിയിട്ടുണ്ട്. വലുതും ചെറുതുമായ ആൽബങ്ങളിൽ പാടിയിട്ടുണ്ട്. ഒരുപാട് മ്യൂസിക് ഡയറക്ഷൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സലീഷ് വഴി സലീഷിൻ്റെ 2 ഷോർട്ട് മൂവിയിൽ പാടാൻ വേണ്ടി നമ്മൾ പരിചയപ്പെട്ട് അങ്ങനെ ഈ ഒരു അഭിനയം എന്നുള്ള എൻ്റെ വലിയൊരു സ്വപ്നം അതിലേക്ക് വന്ന് എത്തിപ്പെട്ടതാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിൻ്റെ കൂടെ നിൽക്കാൻ സാധിക്കട്ടെ. ഇത് വലിയൊരു വിജയമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അത് വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. തീർച്ചയായിട്ടും. കാരണം എന്താ പറഞ്ഞാൽ ശ്രുതിനാഥ് മ്യൂസിക്കിലാണ് കൂടുതലും തിളങ്ങി നിൽക്കുന്നത്. അതെ. അങ്ങനെ ഒരു ആള് ഞാൻ ആദ്യമായിട്ടാണ് താങ്കൾ ഇതിലൊരു മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത് തന്നെ അറിയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷം തോന്നി. കാരണം ശരിയാണ്, ഉള്ളിൽ ഇങ്ങനെ ഒരു പാഷൻ ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു പാഷനല്ല, വലിയ പാഷൻ. അയാൾ അതിനു വേണ്ടി നമ്മൾ കുറച്ച് നടന്നിട്ടുമുണ്ട്. പിന്നെ ഇവിടെയാണെന്നുള്ള ഒരു നമ്മൾ പ്രവാസി എന്നുണ്ടെങ്കിൽ നമ്മൾ ഗൾഫിലാണെന്നുള്ള സാഹചര്യങ്ങൾ കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി ഒരുപാട് മ്യൂസിക്കലി ആയാലും അഭിനയപരമായിട്ടായാലും ഒരുപാട് അങ്ങനെ വഴുതിപ്പോയ അവസരങ്ങൾ ഒരുപാടുണ്ട്. അപ്പം അതൊക്കെ ഇതിലൂടെ എന്തെങ്കിലും ആവാൻ അഭിനയം എന്തെങ്കിലും ആവാൻ കഴിയുമെന്നുള്ള വിശ്വാസം. തീർച്ചയായിട്ടും. ഒരുപാട് സന്തോഷം. സന്തോഷം. ശരിക്കും എഴുത്തുകാരിയാണ്, ഡാൻസറാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നതാണ്. കൊറിയോഗ്രാഫറാണ് അല്ലേ? സ്ക്രിപ്റ്റ് റൈറ്ററാണ്, ക്രിയേറ്റീവ് ഡയറക്ടറാണ്. ഓ, ഇതെല്ലാം ഇതുണ്ട്. അപ്പോൾ ഈ സിനിമയിലേക്ക് വരാനുള്ള എല്ലാ ക്വാളിറ്റി അവിടെ തന്നെ ഉണ്ട് അല്ലേ? അത് പ്രൂവ് ചെയ്യണം. പക്ഷെ അതിനൊരു അവസരം കിട്ടുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ. ഇവിടെ ഒരു അവസരം കിട്ടുന്നത് ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. തീർച്ചയായിട്ടും ഇതൊരു ഡ്രീം കം മൊമെൻ്റ് ആണ്. ഇപ്പം ഞാൻ എഴുതുമ്പോൾ ഞാൻ എഴുതിയ പുസ്തകങ്ങളാണെങ്കിൽ പുസ്തകം റിലീസ് ചെയ്തും സ്ക്രിപ്റ്റ് എഴുതി സിനിമയ്ക്കോ ഷോർട്ട് ഫിലിമിക്കൊക്കെ ഉള്ള ത്രെഡുകളാണ് ഡെവലപ്പ് ചെയ്ത്. അത് ഈ പറഞ്ഞ പോലെ പ്രവാസി ആയതുകൊണ്ട് നമുക്ക് കുറേ ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കാൻ, നാട്ടിലാണല്ലോ നമുക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടുക. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. ഒരു 3-4-5 ത്രെഡായപ്പോൾ അത് സിനിമയാക്കാനോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ആക്കാനോ പറ്റാത്തതിലുള്ള വിഷമമാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യ പുസ്തകത്തിലൂടെ അത് പബ്ലിഷ് ചെയ്തത്. പിന്നെ അതിലൊരു ഭാഗ്യം ഉണ്ടായി, അത് റിവ്യൂ ചെയ്തത് ലാൽജോ സാറാണ്. ഇപ്പോൾ സാറിനോട് കഥ പറയാനുള്ള ഒരു അവസരമൊക്കെ കിട്ടി. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് സ്വപ്നം കാണുമ്പോൾ അത് നമ്മളിലേക്ക് എത്തും എന്ന് പറഞ്ഞതുപോലെയാണ്. വളരെ ആകസ്മികമായിട്ടാണ് ഞാനും ഇതിൽ എൻ്റർ ആവുന്നത്. അപ്പോൾ ഇതിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു അവസരം ഒരുങ്ങുകയാണ്. അപ്പോൾ അതിന് സാറിനും പ്രൊഡ്യൂസറിനും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടറിനും നന്ദി പറയണം. റഷീദ് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സിനിമയിലേക്ക് എത്തുന്നത്? റഷീദ്, അതിന് മുമ്പ് തന്നെ ഞാൻ മറ്റൊരു ഷോർട്ട് ഫിലിമിന്റെ ഇത് വെച്ചിട്ട് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ? എങ്ങനെയാണ് ഇതിന്റെ ഒരു സ്റ്റോറി? ഇതിന്റെ ഭാഗമാവുക എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഷോർട്ട് ഫിലിംസാണ് ഞാൻ ആദ്യം ചെയ്തത്. രണ്ടാമത്തെ ഷോർട്ട് ഫിലിമിന്റെ അതിലായിരുന്നു സാറുമായിട്ടുള്ള മുമ്പത്തെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് വേറെ ഷോർട്ട് ഫിലിംസ് ചെയ്തു. ഇപ്പൊ സ്നേഹപൂർവ്വം വൈക എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തതിൽ സലീഷ് സാർ വന്നായിരുന്നു അത് കാണാൻ. അവിടെ വെച്ചിട്ടാണ് എന്നെ കാണുന്നതും ഞങ്ങൾ നേരിട്ട് പരിചയപ്പെടുന്നതും ഒക്കെ. അപ്പൊ അതുവഴിയാണ് ഞാനിതിലേക്ക് എത്തുന്നത്. ഇപ്പൊ ഇത് എൻ്റെ 3ാമത്തെ സിനിമയാണ്. ഒരു സിനിമ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്, മറ്റൊരു സിനിമേന്റെ ഷൂട്ടിന് ഞാനിപ്പോൾ പോകുന്നു. നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ടിങ്ങിൽ അത് നാട്ടിൽ വെച്ചിട്ടാണ് ഷൂട്ടിങ്. ഓക്കെ. പിന്നെയാണ് സലീഷ് സാർ എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്നെ അതിൽ വിളിച്ചതിൽ വലിയ എന്താ പറയാ വളരെ നന്ദി എന്ന് പറഞ്ഞിട്ട് എനിക്കത് ഒതുക്കാൻ പറ്റില്ല. ലീഡിംഗ് ആയ റോളാണ് ചെയ്യാൻ പോകുന്നത്. അതെ അതെ അതെ, അതാണ് കൂടുതൽ. അതെ, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് തീർച്ചയായിട്ടും. ഈ തലമുടിയൊക്കെ മുറിക്കേണ്ടി വരുന്നതിൽ കുഴപ്പമുണ്ടോ? ഇല്ലല്ലേ, ഇത് ഞാനിപ്പോ ഇനി ചെയ്യാൻ പോകുന്ന സിനിമയ്ക്ക് വേണ്ടി വളർത്തിയതാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാല് ക്യാരക്ടറിന് വേണ്ടി എന്തും ചെയ്യും. ആ, വെരി ഗുഡ്. ചെയ്തല്ലേ പറ്റുള്ളൂ. സെംജോ ആണല്ലോ DOP ചെയ്യാൻ പോകുന്നത്. സെംജോ, ഈ സിനിമയിലേക്ക് എത്തുന്നതിന് മുമ്പ് സെംജോയുടെ ഫിലിം ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണ്? ഞാൻ 18 വയസ്സ് മുതൽ ഈ ഫീൽഡിൽ തന്നെയാണ്.
ഒരുപാട് പടങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ അതുകൂടാതെ ഇവിടെ യു.എയിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 പ്രാവശ്യമായിട്ട് സരീഷേട്ട എന്നെ കോൺടാക്ട് ചെയ്തു. എനിക്കൊരു ചെറിയൊരു പ്രൊജക്റ്റ് ഉണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെയ്തു. ഒരു 4 എപ്പിസോഡ് ഞങ്ങൾ ചെയ്തു. പിന്നെ ഒരു ആൽബം സോങ് ചെയ്തു. അതിനുശേഷമാണ് എന്നെ സരീഷേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, സിഞ്ചു നമുക്കൊരു മൂവി ചെയ്യണം, അപ്പം അതിനായിട്ട് നമുക്കൊന്ന് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ സാറിനെ പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ഒരു കൂട്ടായ്മയായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ സരീഷേട്ടനെ വിളിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു കൂട്ടായ്മയായിട്ട് നല്ല രീതിയിൽ പടം മുന്നോട്ട് പോകട്ടെ എന്ന് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും സിനിമ എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയുടെ ഒരു വിജയമാണ്. നല്ലൊരു കൂട്ടായ്മ ഉണ്ടെങ്കിലും നല്ലൊരു സിനിമ ആകുള്ളൂ. കാരണം ഇപ്പോഴത്തെ ഏറ്റവും വലിയ സക്സസ് മൂവിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ വൺ മാൻ ഷോ അല്ല, സിനിമ എപ്പോഴും ക്രിയേറ്റീവായിട്ടുള്ള ഒരു നല്ലൊരു ടീമിന്റെ ഔട്ട്പുട്ട് തന്നെയാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. അതെ. അപ്പൊ അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഭാഗ്യമല്ലേ? ഭയങ്കര ഭാഗ്യമാണ് ഒരു കൂട്ടായ്മയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ സലീഷെ, നിങ്ങളുടെ ടീമിന്റെ എല്ലാ വിശേഷങ്ങളും അറിഞ്ഞു, വളരെ സന്തോഷം. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് കാണുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ച് പ്രവാസികളുടെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പലർക്കും സിനിമയിലേക്ക് എത്തണമെന്ന്, സിനിമയുടെ ഭാഗമാകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം 3 ദിവസത്തെ ഒരു ഷൂട്ടുണ്ട്. ഈ 3 ദിവസത്തെ ഷൂട്ടിന് വേണ്ടി നാട്ടിൽ പോയി ഒരു 10 ദിവസമെങ്കിലും അവർക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പൊ അടുത്ത സമയത്ത് തന്നെ ഒരാൾ ഇവിടെ ഒരു വലിയൊരു സിനിമയ്ക്ക് അഭിനയിക്കാൻ പോയി, 3 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ, 20 ദിവസത്തോളം അവിടെ സ്റ്റക്കായി, ജോലി പോയി. അത് വലിയൊരു സിനിമ. അതാണ് എല്ലാവർക്കും, പ്രവാസികളെ പലരും ഈ കഥ അറിഞ്ഞാണല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഒരു ദിവസത്തെ അവധിയുള്ള ഒരാളിനും അങ്ങനെ ഒരു പാഷനുണ്ട്, അവന് നന്നായി കഴിവുണ്ടെങ്കിൽ അവനൊരു അവസരം വേണമെങ്കിൽ എങ്ങനെയാണ്? തീർച്ചയായിട്ടും നമ്മൾ ഈ സിനിമയിൽ ഒരുപാട് പുതുമുഖങ്ങൾക്ക് നല്ല അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് വെറും അവസരങ്ങളല്ല, അവർക്ക് അവരുടെ കഴിവിൻ്റെ പരമാവധി എക്സ്പ്ലോർ ചെയ്യാനുള്ള നല്ല അവസരങ്ങളായിരിക്കും കൊടുക്കുന്നത്. അതിന് തീർച്ചയായിട്ടും നമ്മുടെ മൂവി കൈ നീട്ടിയിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്പർ നമ്മൾ എന്തായാലും ഈ ഇതിൻ്റെ താഴെ നമ്മൾ കൊടുത്തിരിക്കുന്നതായിരിക്കും. അതിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതുമായി സംബന്ധിച്ചിട്ട് നമ്മുടെ ക്യാരക്ടർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ സിനിമയിൽ ഒരു ഭാഗമായിരിക്കും. ഇവിടെയുള്ള പുതുമുഖങ്ങളും മുമ്പ് അഭിനയിച്ചവർക്കും ഒക്കെ ഇവിടെ സാധ്യതയുണ്ട്. അതേസമയം നമ്മുടെ സിനിമ എന്ന് പറയുമ്പോൾ പലപ്പോഴും പറയുന്നതാണ് നമുക്ക് ഫെമിലിയർ ആയ മുഖങ്ങൾ വേണ്ടേ എന്നുള്ള, അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അത് തീർച്ചയായിട്ടും ഉണ്ടാവും. എന്തായാലും ഇപ്പോൾ അതിൻ്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ കണ്ട് പരിചയമുള്ള, നമുക്ക് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുണ്ട് സിനിമയിൽ കുറേ. അപ്പോൾ അത്തരത്തിൽ കണ്ടു പരിചയമുള്ള പല മുഖങ്ങളും ഈ സിനിമയിൽ ഉണ്ടാവും. അതിപ്പോൾ എന്തായാലും സസ്പെൻസിൽ തന്നെ നിർത്തിയേക്കാണ്. ഇതൊരു സസ്പെൻസ് ത്രില്ല് മൂവിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും സസ്പെൻസ് ആയിട്ട് വെക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് ആക്ടിംഗ് വർക്ക്ഷോപ്പ് അങ്ങനെ എന്തെങ്കിലും ഇവിടെ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ഷോർട്ട് മൂവിക്ക് തന്നെ 2 days ആക്ടിംഗ് വർക്ക്ഷോപ്പ് ചെയ്തിട്ടാണ് ആക്ടിംഗ് എന്ന് പറയുന്ന ക്യാമറയ്ക്ക് മുമ്പിലേക്ക് വരുന്നത്. അതൊരു ഫിലിം ആകുമ്പോൾ തീർച്ചയായിട്ടും ദിവസങ്ങളോളം ആക്ടിംഗ് വർക്ക്ഷോപ്പ് ഉണ്ടാവും. പഠിച്ചിട്ട് നേരെ വന്ന് നിന്ന് ആക്ട് ചെയ്യുക, ആ ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ടീം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും സലീഷ, ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു മൂവിയായിട്ട് നിങ്ങൾക്ക് വരാൻ കഴിഞ്ഞതിൽ എല്ലാവരും കൂടെ ചേർന്ന് നല്ലൊരു കൂട്ടായ്മയായിട്ട് പ്രവാസത്തിൽ നിന്ന് മനോഹരമായൊരു സിനിമ ജനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.